സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചക്ക എരിശ്ശേരിയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ചക്ക എരിശ്ശേരി വെക്കുന്നത് കുക്കറിലാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നും ടേസ്റ്റിയുമായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. 20ഓളം ചക്കച്ചുളയാണ് എരിശ്ശേരിക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഈ രീതിയിലാണ് ചുളകളെല്ലാം മുറിച്ചെടുത്തിട്ടുള്ളത്. ഒരു 10-12 ചക്കക്കുരുവും കൂടി എരിശ്ശേരിക്കകത്ത് ചേർക്കുന്നുണ്ട്. അത് തൊലി കളഞ്ഞ് ഈ രീതിയിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ചിലർ എരിശ്ശേരിയിൽ ചക്കക്കുരു ചേർക്കാറില്ല. പക്ഷേ ചക്കക്കുരു ചേർത്ത് വെക്കുന്ന എരിശ്ശേരി നല്ല ടേസ്റ്റാണ്. എരിശ്ശേരിയുടെ കൂട്ടത്തിൽ വെന്ത ചക്കക്കുരുവും കൂടി കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ഫീലാണ്. ഒരു കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയും ചക്കക്കുരുവും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിശ്ശേരിക്ക് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചക്കയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചക്കയും ചക്കക്കുരുവും വേകുന്നതിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ചക്കയുടെ നിരപ്പിന് നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഒരു തവി കൊണ്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. കുക്കർ അടപ്പ് കൊണ്ട് അടച്ച് ഹൈ ഫ്ലെയിമിൽ 1 മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. അരപ്പിനായി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങാപ്പീരയും 3 പച്ചമുളകും 8 അല്ലി വെളുത്തുള്ളിയും 5 കഷ്ണം ചുവന്നുള്ളിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചക്കയിലിട്ടാണ് വേവിച്ചത്. എന്നാലും അരപ്പിനൊരു കളറിന് വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഇതേ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. നല്ല ഫൈനായിട്ട് അരയരുത്, ചെറിയ തരിതരിപ്പോട് കൂടിയേ അരച്ചെടുക്കാവൂ. എയർ പോയതിന് ശേഷം കുക്കർ തുറന്ന് ചക്കയൊന്ന് ഇളക്കി കൊടുക്കാം. ചക്കയും ചക്കക്കുരുവും എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത ചക്കയിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അരപ്പ് ചക്കയിലേക്ക് മിക്സ് ആകുന്ന പോലെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അരപ്പിൻ്റെ പച്ചച്ചുവ മാറുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചക്ക എരിശ്ശേരി കുറിയ ചാറോട് കൂടിയുള്ള ഒരു കറിയാണ്. ഒത്തിരി ചാറ് നീണ്ടു പോകാതെ ഇതുപോലെ കുറുകിയിരിക്കണം. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി കട്ടിയാകും. എരിശ്ശേരി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് കടുക് താളിച്ച് ചേർക്കേണ്ടതുണ്ട്. അതിനായി ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് സ്റ്റൗവിൽ വെച്ചിരിക്കുന്നത്. ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതുപോലുള്ള നാടൻ കറികൾക്കെല്ലാം വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2-3 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഉള്ളിയെല്ലാം ഒരു 1/4 ഭാഗത്തോളം മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 കപ്പ് തേങ്ങാപ്പീരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങയെല്ലാം മൂത്ത് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇത് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇതുപോലെ വറുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ എരിശ്ശേരിക്ക് ഒരു പ്രത്യേക സ്വാദാണ് കിട്ടുന്നത്. ചോറിനും കഞ്ഞിക്കും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇത്. എരിശ്ശേരി തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വറുത്തിട്ടിരിക്കുന്ന തേങ്ങ കറിയുമായിട്ടൊന്ന് നല്ലവണ്ണം മിക്സ് ആകുന്ന പോലെ ഇളക്കി കൊടുക്കാം.
നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചക്ക എരിശ്ശേരിയുടെ റെസിപ്പിയാണ് ഇത്. ചക്ക കിട്ടുന്ന ഈ സീസണിൽ നിങ്ങൾ ഇതുപോലൊന്ന് ചക്ക എരിശ്ശേരി വെച്ച് നോക്കണേ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.